നമസ്കാരം. എല്ലാ പ്രിയ +1 +2 തുല്യതാ പഠിതാക്കൾക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം. നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ തുടരുന്നതാണ്. നിങ്ങളേവരും നൽകി വരുന്ന സഹായ സഹകരണങ്ങൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നമ്മുടെ ചാനലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം, യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചെറിയൊരു ഇഷ്യൂ, അത് സോൾവ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ വീണ്ടും ഈ ചാനലിൽ സജീവമാവുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭ്യമാണ്. സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി, +1 +2 സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. വിഷയ പേരടിച്ചിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ അത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന 2025 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 +2 തുല്യതാ പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിലേക്ക് കടക്കുന്നു. റിവിഷൻ ക്ലാസ്സുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും എല്ലാ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും ടോപ്പിക് ആവശ്യമുള്ളവർ മുൻകാല വീഡിയോകൾ കണ്ട് പഠിക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകളുണ്ട് പല വിഷയത്തിൻ്റെയും. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള അതായത് ഡയറി എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം, പോയം അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ, അങ്ങനത്തെ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷിൽ ചില ചാപ്റ്റേഴ്സ് ഏറ്റവും ലളിതമായ രീതിയിൽ അവതരിപ്പിച്ച വീഡിയോസ് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയത്തിൻ്റെയും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങൾക്കതൊക്കെ ദിവസവും കണ്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ അത് ചാനൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും സജീവമാവുന്നു, ക്ലാസ്സുകൾ തുടരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും, പരീക്ഷയ്ക്ക് നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്നും ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.